കണ്ണിന് കൗതുകമായി കോടനാട് അഭയാരണ്യത്തിൽ ആനയൂട്ട് 7 ആനകൾ പങ്കെടുത്ത ആനയൂട്ടിൽ സ്കൂൾ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി ആളുകൾ കാഴ്ചക്കാരായെത്തി. ലോക ഗജദിനത്തോടനുബന്ധിച്ച് കോടനാട് അഭയാരണ്യത്തിൽ നടന്ന ആനയൂട്ടിൽ 7 ആനകൾ പങ്കെടുത്തു. പൊതുജനങ്ങൾക്ക് ആനയൂട്ട് കാണുന്നതിന് സൗകര്യം ഒരുക്കിയിരുന്നതിനാൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ആനയൂട്ടിന് സാക്ഷ്യം വഹിച്ചത്. വിവിധതരം പഴവർഗ്ഗങ്ങൾ, മരുന്നു ചേർത്ത് തയ്യാറാക്കിയ ചോറുരുളകൾ തുടങ്ങിയവയാണ് ഗജവീരന്മാർക്ക് നൽകിയത്. 3 കൊമ്പന്മാരും 4 പിടിയാനകളുമാണ് അഭയാരണ്യത്തിലുള്ളത്. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഇന്ദു വിജയൻ, അസിസ്റ്റന്റ് കൺസർവേറ്റർമാരായ ടെൽറ്റോ മാറോക്കി, ഫെൻ ആന്റണി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആനകൾക്ക് വേണ്ടി ഒരു പ്രത്യേക ദിനം എന്ന് പറയുമ്പോൾ ആനകളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കാം, പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ് നമ്മൾ പൊതുസമൂഹത്തിന് നൽകുന്നത്. ഇങ്ങനൊരു ലോക ഗജദിനം ആചരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരിടുന്ന ഒരു വലിയ ഇഷ്യൂ ഉണ്ട്, അതായത് ഹ്യൂമൻ എലഫൻറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ എലഫൻറ്റ് കോൺഫ്ലിക്റ്റിന് നമ്മൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ അതേസമയം നമ്മളെന്താണ് കോൺഫ്ലിക്റ്റ് എന്നുള്ളതിന് അതിൽ നിന്ന് നമ്മളൊരു കോ എക്സിസ്റ്റൻസിലേക്ക് വരിക എന്നുള്ളതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ള മിറ്റിഗേഷൻ മെഷേഴ്സ് പ്രത്യേകിച്ച് കേരള വനം വകുപ്പ് വളരെ സീരിയസ്ലി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. ആരും വീണുപോകും. The Salt Restaurant, തോപ്പുംപടി, കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ.